അങ്ങോട്ട് മുണ്ടക്കയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങ് വളരെ ദുർഘടമായ ഒരു പാതയാണ്. അപ്പം വളഞ്ഞുട്ടി മുകളിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പൊ 4:30 അവിടെ എത്തിയതിനു ശേഷം 16 ബോഡികൾ ഞങ്ങൾ എടുത്തു. ഇനിയും 2 മണ്ണിൽ കണ്ടു. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ 2 കണ്ടിട്ട് എടുക്കാൻ കഴിയാണ്ടെന്നു. അതുപോലെ തന്നെ റിസോർട്ട്, ഒരു വനറാണി എന്ന് പറഞ്ഞ റിസോർട്ടിൽ ജീവനോടെ കുറച്ച് ആൾക്കാരുണ്ട്, 2 ആൾക്കാരുണ്ട്. അങ്ങോട്ട് എത്തിപ്പെടാൻ അവർ സേഫാണ്, പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാൻ എത്താൻ കഴിയില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഇനി നാളെ വേണം. നാളെ വേണമെങ്കിൽ നമുക്ക് സംവിധാനങ്ങൾ വേണം. ആ പ്രദേശം എന്ന് പറയുന്ന ഒന്നുമില്ല. 10% നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം രാവിലെ ശ്രമം നടത്തിയിട്ട് ഉച്ചയ്ക്ക് നമുക്ക് 4:30 എത്താൻ കഴിഞ്ഞത്. പോകുന്ന പോക്ക് തന്നെ നമുക്ക് അവിടുന്ന് പാടീന്റെ അടുത്ത് ഒരാൾ പറഞ്ഞ് എന്റെ ഇക്കാക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബോഡി എടുത്തതാണ്. അത് അവിടെ പാടിക്ക് എടുത്തതിന് ശേഷം നേരെ പോയി അവിടെയുള്ള ജീവനുള്ള ആൾക്കാരെയൊക്കെ എന്താക്കി ക്യാമ്പിലേക്ക് മാറ്റി. പിന്നെ ഇങ്ങനെ ഓരോ ബാക്കിയുള്ള ഒരു പറയും എന്റെ ഏട്ടന്റെ വീടാണ് അത് എന്ന് പറയുമ്പോൾ അങ്ങനെ അവിടെ പോയി തരുന്നതിന്റെ 3 ബോഡി ഞങ്ങൾക്ക് ഒന്നിച്ച് കിട്ടി. 2 ബോഡി അതിന്റെ തൊട്ടപ്പുറത്ത്. അങ്ങനെ 24ഓളം ബോഡി ഞങ്ങൾ എടുത്തിട്ട് ആ പാടിയിൽ വെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ബോഡി ഉണ്ട്. ആ ബോഡി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് എന്താ പറയാ, അതും കൂടി മാറ്റാൻ പറ്റാത്ത അവസ്ഥയുള്ള വലിയ സ്ലാബ് വീണിട്ടുണ്ട്. അതിന്റെ അടിയിലാണ് ആളുകൾ. ആ കോൺക്രീറ്റ് മുറിച്ച് മാറ്റാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുപോകണം നമ്മൾ നാളെ. എങ്കിലേ നമുക്ക് ആ രക്ഷാപ്രവർത്തനങ്ങൾ ഇനിയും വേണം. തീർച്ചയായിട്ടും ഉപകരണങ്ങൾ വേണം. നമ്മൾ എടുക്കാതെ പോരേണ്ടി വന്നു. സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് മാത്രം 3 ബോഡി നമ്മൾ കണ്ടുകൊണ്ട് എടുക്കാതെ പോരേണ്ടി വന്നു. കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? 2 ബോഡി കൊണ്ടുവരാൻ കാരണം തരുമോ? ഒരു മരത്തിന്റെ തടിയിൽ വെച്ച് കെട്ടിയിട്ടാണ് ഇവിടുന്ന്. 15 ആളെങ്കിലും വേണം 1 ബോഡി കൊണ്ടുവരണം. തലയും കൈയും കാലും ഒന്നുമില്ല. പ്ലാസ്റ്റിക്കിന്റെ കവറിൽ പൊതിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാൻ നല്ല റിസ്ക് ആണ്. അപ്പൊ 15 ആളെങ്കിലും വേണം 1 ബോഡി കൊണ്ടുവരാൻ. പകുതി മാത്രമേ ഉള്ളൂ, കൈയില്ല, കാലില്ല, തല ചതഞ്ഞു പോയത്. അങ്ങനെ നാളെ ഇത്രയും കൂടുതൽ സംവിധാനങ്ങൾ കിട്ടാനുണ്ട്. അങ്ങനെ നമ്മളിപ്പോ അവിടെ ഓരോ നോട്ടത്തിലും ഓരോ ഭാഗത്തിലും 24 ബോഡി നമ്മൾ എടുത്തു വെച്ചതിന് നടത്തിയിരുന്ന രക്ഷാപ്രവർത്തനം ഇവിടെ എത്തിയിട്ടില്ല. ഇല്ലല്ല, അവിടെ 50-ൽ താഴെ ആളുകൾ മാത്രമേ മുകളിൽ എത്തിപ്പെട്ടുള്ളൂ. 50 നിരക്ക് ഇനിയും അവിടെ കൂടുന്നതാണോ? കൂടാനുണ്ട്. ബോഡി ഇനിയും കണ്ടെത്തും. ബോഡി ഇനിയും ഇഷ്ടം പോലെ കണ്ടെത്താനുണ്ട്. വീടുകളുണ്ട്, പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ. ആ ഒരു ഭാഗമില്ല, എത്തിപ്പെടാൻ കഴിയില്ല.